അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക വെച്ചിട്ട് നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് നമുക്കത് അരച്ച് അതുകൊണ്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചക്ക എടുത്തിട്ട് നമ്മളതിൻ്റെ കുരും ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഒന്ന് മിക്സിയിലിടാം. ചക്ക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പോഴത്തെ തലമുറകൾക്ക് അധികം ഇഷ്ടമല്ലെങ്കിലും കൂടി ചില ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. എനിക്കിവിടെ എല്ലാവർക്കും, ഞങ്ങളുടെ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് തേങ്ങ ചിരവിയത്, അല്ലെങ്കിൽ ഞാൻ അരിഞ്ഞിരിക്കണത്. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് കുറച്ച് നല്ല ജീരകം ഇട്ട് 2 ഏലക്കായ ഇട്ടിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുക്കുക. പിന്നെ ഒരു കപ്പ് ഒരു പാത്രം നമ്മൾ ഇത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് നൈസ് നമ്മൾ പത്തിരിക്കൊക്കെ ഇടൂലേ അത്. കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് ഉപ്പിടണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. ഒന്ന് ലൂസാക്കിയിട്ട്, ഒരുപാട് ലൂസല്ല, ഒരുപാട് ലൂസായ വേവാൻ കുറച്ച് മടിയായിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ, ദോശമാവിനെക്കാട്ടിയും കുറച്ച് കട്ടി വേണം. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ചക്ക അരച്ചെടുത്തേക്ക് കൂടെ ഇതൊഴിച്ചിട്ട് നമ്മളൊന്ന് കട്ടിയിൽ കലക്കി വെക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനാണ്. വേണ്ടിയവർ ഇടുക, എല്ലാം പറഞ്ഞാൽ വേണ്ട, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് നെയ്തടവിയ പാത്രങ്ങളിൽ ഇതൊഴിച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്, ട്രഡീഷണലാണിത്. പണ്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചിരുന്ന വിഭവങ്ങളാണിതൊക്കെ. ഇതൊക്കെ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊക്കെ ഒരു ലൈക്ക് ചെയ്യുക, നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം നമുക്ക്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ടത്. ഇനി നമുക്കത് വരഞ്ഞെടുത്തിട്ട് മുറിച്ചെടുക്കാം. അടിപൊളിയാണ്, ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, കുറച്ച് നല്ല പഴുത്ത ചക്ക ആകുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.